ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ക്രിസ്തുവിൽ നമുക്ക് കൈവന്നിട്ടുള്ള പ്രത്യാശയെ, യേശുക്രിസ്തുവിൽ നമുക്ക് വന്നിട്ടുള്ള സത്യബോധത്തെ സംബന്ധിച്ച് വ്യക്തമായ അവബോധം നമുക്കുണ്ടാകണം. വിശ്വാസത്തിൽ മുന്നേറാൻ ക്രിസ്തുവിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാനാവണം എന്ന് വചനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 11-ാം തിരുവചനത്തിൽ അവിടെ നിന്ന് പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ക്രിസ്തുവിലൂടെ നാം ലോകത്തെ നോക്കണം, ജീവിതത്തെ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ മാത്രമേ സത്യത്തിന്റെ പൂർണ്ണതയെ സംബന്ധിച്ച് ഉത്തമ ബോധ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ടാണ് അവിടുന്ന് സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. യേശുവിന് മുൻപ് പ്രവാചകന്മാർ യേശുവിനെ സംബന്ധിച്ച്, സത്യത്തെ സംബന്ധിച്ച് പ്രവചനങ്ങൾ നടത്തി, നീതിമാന്മാർ സംസാരിച്ചു. അത് മനസ്സിലാക്കാൻ ലോകത്തിന് കഴിഞ്ഞില്ല. ഉപമകളിലൂടെ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു പറയുകയാണ്, ഇത് മനസ്സിലാക്കാത്തവരെ സംബന്ധിച്ച് അപ്രസക്തമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലൂടെ നോക്കാത്ത ഒരാൾക്ക് സത്യത്തെ തെളിച്ചത്തോടെ കാണാൻ കഴിയില്ല. പ്രവാചകന്മാർ സംസാരിച്ചപ്പോൾ മനസ്സിലാകാതെ പോയത് സത്യത്തെ സംബന്ധിച്ച ബോധ്യമില്ലാതായി പോയതുകൊണ്ടാണ്. പ്രവാചകന്മാർ കാണാൻ ആഗ്രഹിച്ചു, നീതിമാന്മാർ കാണാൻ ആഗ്രഹിച്ചു, അവർക്ക് കാണാൻ കഴിഞ്ഞില്ല നേരിട്ട്. അവർ സത്യത്തെ കുറിച്ച് സംസാരിച്ചു, സത്യം ഭൂമിയിൽ അവതരിക്കുകയും തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ നോക്കുന്നവർക്കാണ് സത്യം തിരിച്ചറിയാൻ കഴിയുക, മനസ്സിലാക്കാൻ കഴിയുക. ഇതൊരു ഭാഗ്യപ്പെട്ട അവസ്ഥയാണ്. പലപ്പോഴും സുവിശേഷ പ്രഘോഷണങ്ങൾ പഴയ നിയമത്തെ കേന്ദ്രീകരിച്ചാകുമ്പോൾ അവ അപൂർണങ്ങളാണ്, അല്ലെങ്കിൽ അവയിൽ ഉടക്കുകയല്ല വേണ്ടത് എന്ന് പറയാൻ കാരണം ഇതാണ്. സത്യമായ പ്രകാശം ലോകത്തേക്ക് വന്നു. ആ പ്രകാശത്തിൽ നമുക്ക് ലോകത്തെ കാണാൻ കഴിയണം. അതിനു മുമ്പ് പ്രാപഞ്ചികതയിലൂന്നി, അല്ലെങ്കിൽ ശാരീരികതയിലൂന്നിയാണ് മനുഷ്യൻ ദൈവത്തെ പോലും മനസ്സിലാക്കിയത്, സ്വർഗത്തിന്റെ രഹസ്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഭൂമിയിൽ ലഭിക്കുന്ന നന്മതിന്മകൾ, ഭൗമികമായ നേട്ടങ്ങളൊക്കെ ദൈവാനുഗ്രഹങ്ങളായി കരുതുകയും ഭൗമികമായി ഇല്ലായ്മകളൊക്കെ ദൈവം നൽകുന്ന ശാപങ്ങളായി മനുഷ്യൻ മനസ്സിലാക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിലാണ് കഷ്ടതയുടെ മൂല്യം മനസ്സിലാകുന്നത്, സഹനങ്ങളുടെ മൂല്യം മനസ്സിലാകുന്നത്. യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും എന്ത് പ്രത്യാശയാണ് ജീവിതത്തെ നയിക്കേണ്ടത്, എവിടെയാണ് ഹൃദയം ഊന്നേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം നൽകുന്നവയാണ്. കണ്ടിട്ടും മനസ്സിലാകാതെ പോയവർ, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയവർ, പ്രാപഞ്ചികതയിലുടക്കി നിയമാനുഷ്ഠാനത്തിലുടക്കി ജീവിതം നയിച്ചപ്പോൾ ക്രിസ്തു പരമകാരുണ്യമായി മനുഷ്യന്റെ ഇടയിൽ ജീവിക്കുകയും അവനെ സത്യവെളിച്ചത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ അപ്രകാരം തിരിച്ചറിയാതെ പോയാൽ ഉള്ളതുകൂടി എടുക്കപ്പെടും. ഉള്ളതുകൂടി എന്ന് വെച്ചാൽ ലഭിച്ച പ്രകാശത്തിൽ നിന്ന് ലഭിക്കേണ്ട ഉന്നതമായ മൂല്യങ്ങൾ നഷ്ടപ്പെടും. എന്നിട്ട് പഴയവയിൽ ഉടക്കിപ്പോകും. ഇപ്രകാരം പഴയവയിൽ ഉടക്കിപ്പോകരുത്. നമ്മുടെ ബോധ്യങ്ങൾ ക്രിസ്തു കേന്ദ്രീകൃതമായി മാറണം. യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച പ്രത്യാശയെ സംബന്ധിച്ച ഉത്തമ ബോധ്യത്തിലേക്ക് എത്തിച്ചേരണം. അപ്രകാരം ക്രിസ്തുവിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അവന്റെ അനുഷ്ഠാനങ്ങൾ വ്യർത്ഥമായി പോകും എന്നാണ് വചനം സൂചിപ്പിക്കുക. യേശുവിനെ ഈ ലോകത്ത് പ്രഘോഷിക്കുന്ന നമ്മൾ, നമ്മുടെ ജീവിതം വഴി യേശുവിനെ അവതരിപ്പിക്കുന്ന നമ്മൾ, ക്രിസ്തുവിലൂടെ അല്ല കാര്യങ്ങൾ കാണുന്നതെങ്കിൽ നമ്മിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. യേശുവിനെ പ്രഘോഷിക്കേണ്ട നമ്മൾ വീണ്ടും പഴയ നിയമ കേന്ദ്രീകൃതമായിട്ടാണ് വിശ്വാസത്തെ പ്രഘോഷിക്കുന്നതെങ്കിൽ, ശാരീരികതയിലൂന്നിയ, പ്രാപഞ്ചികതയിലൂന്നിയ പഴയ സിദ്ധാന്തങ്ങളെ പിൻപറ്റിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നിശ്ചയമായും സത്യം വിളിച്ച് നമുക്ക് മനസ്സിലാകാതെ പോകും. 10 കൽപ്പനകൾ നൽകപ്പെട്ടു. ആ കൽപ്പനകൾ യഥാർത്ഥത്തിൽ എന്തിലാണ് ഊന്നിയത് എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അത് സ്നേഹത്തിൽ അടിസ്ഥാനമിട്ട. അപ്രകാരം സ്നേഹത്തിന്റെ ദർശനത്തിൽ ഈ നിയമങ്ങളെ കാണാൻ കഴിയാതെ പോയാൽ കേവലം മാനുഷികത്തിൽ ഒതുങ്ങിപ്പോകും, അനുഷ്ഠാനത്തിൽ ഒതുങ്ങിപ്പോകും. സത്യവെളിച്ചം നമുക്ക് ബോധ്യമില്ലാതെ വരും. നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ അന്തസത്ത എന്താണ് എന്ന് തിരിച്ചറിവ് നമുക്കില്ലാതെ പോയാൽ, ഇല്ലാത്തവനിൽ നിന്ന്, അപ്രകാരം സത്യത്തെ തിരിച്ചറിയാൻ കഴിയാത്തവനിൽ നിന്ന്
ഉള്ളത് കൂടി എടുക്കപ്പെടും, അവൻ വീണ്ടും പഴയ സിദ്ധാന്തങ്ങളിൽ കുടുങ്ങിപ്പോകും എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുക. എന്താണ് ക്രിസ്തുവിൽ നാം കാണുന്നത്? ക്രിസ്തുവിലേക്ക് നോക്കി ക്രിസ്തുവിലൂടെ കാര്യങ്ങളെ കാണാൻ പഠിക്കുമ്പോഴാണ് നമുക്ക് തെളിച്ചമുള്ളവയായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. ഈ ലോകത്ത് ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ബോധ്യം എങ്ങനെയുള്ളത്? ദാരിദ്ര്യം ശപിക്കപ്പെട്ടവന് ലഭിക്കുന്ന ഒന്നായിട്ടാണ് പഴയ നിയമം പറയുക. സമൃദ്ധിയാവട്ടെ വിശ്വാസിയായ ഒരുവന് നിയമാനുഷ്ഠാനത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരുവന് മാത്രമുള്ളത്. വാസ്തവത്തിൽ കഷ്ടത എന്നത് ഒരു ചൂഷണത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. മേലാളൻ കീഴാളനെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടായതാണ്. അപ്രകാരം അടിച്ചമർത്തലിലൂടെ ഇല്ലായ്മയിലായിപ്പോയവർ ദൈവത്തിന്റെ ശാപത്തിലാണ് ജീവിക്കുന്നത് എന്ന് അവനെ പഠിപ്പിച്ച പഴയ സിദ്ധാന്തങ്ങളെ, പഴയ കാഴ്ചപ്പാടുകളെ മാറ്റി ഓരോ കഷ്ടതയും ഞെരുക്കവും നമുക്ക് നിത്യതയുമായി ബന്ധപ്പെട്ട സൗഭാഗ്യം നൽകുന്നുവെന്നും ജീവിത സഹനങ്ങളും അപമാനങ്ങളുമെല്ലാം നിത്യതയിൽ മുതൽക്കൂട്ടാവുമെന്നും ക്രിസ്തു നമുക്ക് കാട്ടിത്തരികയാണ്. അതുകൊണ്ട് ഇല്ലായ്മയിലേക്ക് ക്രിസ്തു വരുന്നു, മനുഷ്യനായി അവതരിക്കുന്നു എന്നത് മനുഷ്യത്വത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയായ ദൈവത്തിലേക്ക് അവൻ എത്തിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ബോധ്യം ക്രിസ്തുവിലാണ് നമുക്ക് ലഭിച്ചത്. നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. ദാരിദ്ര്യത്തെ, കഷ്ടതയെ, അപമാനത്തെ, സഹനത്തെ ദൈവത്തിലേക്കുള്ള ഉയർച്ചയുടെ പടവുകളായി തിരിച്ചറിയാൻ കഴിയുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. അപ്രകാരം കാണാൻ കഴിയാത്ത കണ്ണുകൾ നിർഭാഗ്യരുടെ കണ്ണുകളാണ്. ഈ ലോകത്തെന്നും സമ്പത്താണ് പ്രധാനമെന്നും സൗഭാഗ്യങ്ങളാണ് പ്രധാനമെന്നും പ്രശസ്തിയാണ് പ്രധാനമെന്നും ഒരു ബോധം പൊതുവായി നിലനിൽക്കുന്നുണ്ട്. അപ്രകാരം നിലനിൽക്കുന്ന ആ ബോധം യഥാർത്ഥത്തിൽ ഭാഗ്യപ്പെട്ട കണ്ണുകളിലൂടെ അല്ല കാണുന്നത്. അപ്രകാരം കാണുന്ന കണ്ണുകൾ ഈ ലോകത്തിന്റെ നശ്വരതയെ തിരിച്ചറിയാതെ അനശ്വരമായ പ്രത്യാശയിലേക്ക് വളരാതെ നിർഭാഗ്യരായി പോകുന്നുണ്ട് എന്ന സൂചന അവിടെ ക്രിസ്തു നൽകുന്നുണ്ട്. യേശുവിനെ തിരിച്ചറിയുകയും ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായ ഒരാൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതിനർത്ഥം അയാളുടെ ജീവിതത്തിന്റെ പരമലക്ഷ്യമായി ക്രിസ്തുവിനെ തിരിച്ചറിയലാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ യേശു അപ്രകാരമാണ് ഭൂമിയുടെ നിലപാടുകളോട് ഇടപെട്ടതെന്ന് മനസ്സിലാക്കണം. ഈ ഭൂമിയുടെ നശ്വരതയെ, നിസ്സാരതയെ തിരിച്ചറിഞ്ഞ് ഇത് സ്വർഗം കരഗതമാക്കാനുള്ള അവസരമാക്കി തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടത് എങ്ങനെയെന്നാണ് ക്രിസ്തു നമുക്ക് പാഠമായി നൽകുന്നത്. അവനവനെ ഉപേക്ഷിച്ച് അവരന് വേണ്ടി ആയിത്തീർന്ന് മറ്റുള്ളവർക്ക് ഭക്ഷണവും മറ്റുള്ളവർക്ക് മോചനമാർഗവുമായി തീരാൻ എനിക്കും നിങ്ങൾക്കും കടപ്പാടുണ്ട് എന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിലൂടെ പകർന്നു നൽകപ്പെട്ടത്. ക്രിസ്തുവിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ മാത്രമേ നമുക്ക് അപ്രകാരം ജീവിതത്തെ തിരിച്ചറിയാൻ കഴിയൂ. അങ്ങനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതാവസ്ഥകളെ മറികടക്കാൻ നമുക്കാവൂ. ഉള്ളവന് വീണ്ടും നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടുമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ലോകപ്രകാരമാണെങ്കിൽ സമ്പത്തുള്ളവന് വീണ്ടും സമ്പത്തുണ്ടാകും, സമ്പത്തില്ലാത്തവൻ വീണ്ടും ദരിദ്രനാകും എന്ന ചിന്തയിലേക്ക് പോകും. വാസ്തവത്തിൽ ക്രിസ്തു പറയുന്നത് ഈ വീക്ഷണഗതിയോടെ കാര്യങ്ങളെ കാണാൻ മനസ്സാകുന്ന ഒരുവന് സമൃദ്ധി ഉണ്ടാകും. സ്വർഗീയമായ സമൃദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്, വിശ്വാസത്തിന്റെ സമൃദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വിശ്വാസത്തിന്റെ സമൃദ്ധി ഉണ്ടാവും, ഉള്ളവന് വീണ്ടും നൽകപ്പെടും. ക്രിസ്തുവിലൂടെ കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ഒരുവന് വിശ്വാസത്തിൽ സമൃദ്ധി ഉണ്ടാകും. എന്നാൽ അങ്ങനെ കാണാൻ കഴിയാത്തവന്, ഇല്ലാത്തവന്, ആ കാഴ്ചപ്പാട് മനസ്സിലാകാത്തവന്റെ വിശ്വാസം ക്ഷയോന്മുഖമായി മാറും. നമുക്ക് കാണാവുന്നൊരു കാര്യമാണ്. സാക്ഷിയൊക്കെ പറയുമ്പോൾ നമുക്ക് അത് കിട്ടി, ഇത് കിട്ടി, പ്രാർത്ഥിച്ചു, ദൈവം അനുഗ്രഹിച്ചു, കാര്യങ്ങൾ തന്നു എന്ന സാക്ഷ്യങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ഇല്ലാത്തവനെയാണ്, ക്രിസ്തുബോധമില്ലാത്തവനെയാണ്, അല്ലെങ്കിൽ രക്ഷയെ സംബന്ധിച്ച് പ്രത്യാശ ഹൃദയത്തിൽ ഉറയ്ക്കാത്തവനെയാണ്, ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുവനെയാണ്. വെളിപാട് പുസ്തകം പറയുന്നുണ്ടല്ലോ, നീ ധനവാനാണെന്ന് നീ പറയുന്നു, നീ എന്നാൽ ദരിദ്രനാണ്. ധനവാനാണെന്ന് നീ പറയുന്നത് ഭൗമികമായ ഉയർച്ചയെ സംബന്ധിച്ചാണ്, വാസ്തവത്തിൽ നീ ദരിദ്രനാണ്. എന്തിനാണ് ദാരിദ്ര്യം? അവന് സത്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല, യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഭൂമിയുടെ നശ്വരതയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, നിത്യമായ രക്ഷയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ നീ അന്ധനാണ്. അതുകൊണ്ട് അഞ്ജനം എന്നോട് ചോദിക്കുക, നിന്റെ കണ്ണിൽ ഞാൻ അഞ്ജനം എഴുതാം, ഇപ്പൊ നിനക്ക് തെളിച്ചമുണ്ടാവും, കാഴ്ച ഉണ്ടാവും. കാഴ്ച കേവലമായതൊന്നല്ലെന്നും അത് ഉള്ളിലുള്ള ഒരു ഉണർവാണെന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. കാര്യങ്ങളെ ശരിയാവണ്ണം കാണാൻ, നേരാവണ്ണം കാണാൻ കണ്ണു തുറക്കേണ്ടതുണ്ട്. അതിന് കേവലമായ കാഴ്ച പോരാ, ഹൃദയത്തിന്റെ കാഴ്ച വേണം. ആ കേവലതയിൽ ഉടക്കിപ്പോകുന്നവനാണ് ഇല്ലാത്തവൻ, അവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും.
ഭൗമികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ദൈവാനുഗ്രഹമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടുകയാണ്. എന്താണ് ഉള്ളത്? നിത്യതയെ സംബന്ധിച്ച എന്തെങ്കിലും ഒരു ബോധ്യം അയാളിലുണ്ടെങ്കിൽ അത് എടുക്കപ്പെടും, ഭൗമികതയിൽ ഉറയ്ക്കും. അങ്ങനെ ഉറയ്ക്കുമ്പോഴാകട്ടെ അയാളുടെ ജീവിതം രക്ഷയെ സംബന്ധിച്ച് അകലത്തിലായി പോകും. അവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും, അവന്റെ വിശ്വാസം ക്ഷയിക്കും. ഭൗമികമായ നേട്ടങ്ങൾ പരമപ്രധാനമാണെന്ന് പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പിഴവതാണ്. പ്രാർത്ഥിച്ചു, കാര്യങ്ങൾ നേടി, ഇന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും. ലോഗോസ് ക്വിസ് പരീക്ഷയിൽ മാർക്ക് കിട്ടുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതാണ് എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് കിട്ടിയ വിജയത്തിൽ അയാൾ ദൈവാനുഗ്രഹത്തെ കാണുകയാണ്. യഥാർത്ഥത്തിൽ ദൈവാനുഗ്രഹം എന്നത് ഇപ്രകാരം വിജയങ്ങളിലോ നേട്ടങ്ങളിലോ ഉള്ള ഒന്നല്ലെന്നും, ക്രിസ്തുവിൽ എങ്ങനെയാണ് നിത്യത പ്രകാശിച്ചത്, ക്രിസ്തുവിൽ എങ്ങനെയാണ് രക്ഷ പ്രകാശിച്ചത്, അത് തിരിച്ചറിയാൻ കഴിയണം. യേശു വിജയിയായ ഒരാളല്ല. സാമാന്യഗതിയിൽ നോക്കിയാൽ ദരിദ്രനായി ജീവിക്കുകയും കിടക്കാനിടമില്ലാതെ അലയുകയും പലപ്പോഴും സ്വബോധം നഷ്ടപ്പെട്ടവനായി പറയപ്പെടുകയും പിശാച് ബാധിതനായി ചിത്രീകരിക്കപ്പെടുകയും എല്ലാവരിൽ നിന്നും അകറ്റപ്പെടുകയും ഒടുവിൽ ദൈവദൂഷകൻ എന്ന പേര് ലഭിക്കുകയും കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് ക്രിസ്തു. ഭൗമികമായ ഒരു നേട്ടത്തിനെയും സാധ്യത ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ ഈ ക്ലേശങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ ക്രിസ്തു തൻ്റെ ഇല്ലായ്മകളിലൂടെ കടന്നു വന്ന് കുരിശിൽ തന്നെ തന്നെ സമർപ്പിച്ച് പിതാവിൽ തന്നെ തന്നെ അർപ്പിക്കുക വഴി, മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിച്ച് വിളമ്പുക വഴി ക്രിസ്തു ഔന്നിത്യം പ്രാപിക്കുന്നു, മഹത്വത്തിൽ പ്രവേശിക്കുന്നു. ആ മഹത്വത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതുണ്ട്. ആ മഹത്വമാണ് യഥാർത്ഥത്തിൽ രക്ഷ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്രകാരം ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് സമൃദ്ധി ഉണ്ടാകുക. എൻ്റെ ഒരു കഷ്ടത, എൻ്റെ ഒരു വേദന നിത്യതയുമായി ബന്ധപ്പെട്ട ലാഭമായി കണക്കാക്കാൻ എനിക്ക് കഴിയുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തോറ്റുകൊടുക്കുന്നത് യഥാർത്ഥ വിജയമാണെന്ന് തിരിച്ചറിയുമ്പോൾ, വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷയിലേക്ക് അടുക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത് തിരിച്ചറിയണം. അവിടെ വിശ്വാസം അയാളെ നയിക്കുന്നു, അവന് സമൃദ്ധി ഉണ്ടാകുന്നു. ചെറിയ ക്ലേശം സഹിക്കുന്നവന് വലിയ ക്ലേശവും ക്രിസ്തുവിനെ പ്രതി സഹിക്കാനുള്ള ബലം ലഭിക്കുന്നു, ആത്മബലം ലഭിക്കുന്നു. ഈ ആത്മബലം രക്ഷയ്ക്ക് കാരണമായിട്ട് മാറും. അതുകൊണ്ടാണ് കഷ്ടത സഹനശീലം, സഹനശീലം ആത്മധൈര്യം, ആത്മധൈര്യം പ്രത്യാശ എന്ന ഒരു വിശ്വാസ വഴി അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. തിരുവചനം നമ്മോട് പറയാണ്, കഷ്ടത സഹനശീലം നൽകും, സഹനശീലം ആത്മധൈര്യം നൽകും, ആത്മധൈര്യം പ്രത്യാശ നൽകും, പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല. ഇപ്രകാരമുള്ള ഒരു പ്രത്യാശയിലേക്കാണ് വളരുന്നതെങ്കിൽ നമുക്ക് നിരാശ ഉണ്ടാവില്ല. കാരണം നിത്യതയെ സംബന്ധിച്ച ബോധ്യത്തിലാണ് നമ്മൾ, രക്ഷയെ സംബന്ധിച്ച ഉറപ്പിലാണ് നമ്മൾ. നമ്മുടെ ജീവിതം വിജയമായിട്ട് മാറും. അതേസമയം താൽക്കാലിക ലഭ്യതകളിൽ മനസ്സുടക്കി അതാണ് ദൈവാനുഗ്രഹമെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ സംഭവിക്കുന്ന പിഴവെന്താണ്? നമ്മൾ കഷ്ടതയെ തള്ളി നീക്കാനായി പ്രാർത്ഥിക്കുന്നു, സഹനങ്ങൾ മാറിക്കിട്ടാനായി പ്രാർത്ഥിക്കുന്നു, പ്രത്യാശയിൽ നകന്നു പോകുന്നു. അങ്ങനെ രക്ഷയിലേക്ക് പ്രവേശിക്കാനും ആനന്ദത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗത്തെ നമ്മൾ അടച്ചു കളയുന്നു. ഇങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉള്ളവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവന് ഉള്ളതുകൂടി എടുക്കപ്പെടുമെന്ന വചനം തെറ്റിദ്ധരിക്കപ്പെടും. ആ തെറ്റിദ്ധാരണ ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളവന് നൽകപ്പെടും, ഉള്ളവന് മാത്രമേ സമൃദ്ധി ഉണ്ടാകൂ, അത് ഭൗമിക സമ്പത്താണ് തെറ്റിദ്ധരിക്കുന്നു. കാരണം ക്രിസ്തുവിലേക്കല്ല നമ്മുടെ ശ്രദ്ധ. നമ്മളുടെ കണ്ണുകൾ ഭാഗ്യഹീനങ്ങളായി പോകുന്നു. ഭാഗ്യഹീനമാകാതിരിക്കണമെങ്കിൽ, ഭാഗ്യമുള്ളതായി മാറണമെങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്കാൻ കഴിയണം. ക്രിസ്തു എപ്രകാരമാണ് ജീവിച്ചതെന്ന് കാണാൻ കഴിയണം. ക്രിസ്തുവിലൂടെ കാര്യങ്ങളെ കാണാൻ കഴിയണം. ക്രിസ്തു എൻ്റെ ജീവിതത്തിലെന്ന ബോധ്യത്തോടെ എൻ്റെ ജീവിതത്തിലെ കഷ്ടതകളെയും സഹനങ്ങളെയും അതിജീവിച്ച് നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ മാർഗമായി ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയണം. അപ്രകാരമായി തീരുമ്പോൾ നമുക്ക് സമൃദ്ധി ഉണ്ടാകുമെന്നാണ് വചനം നമ്മോട് പറയുന്നത്. മാമോദീസ വഴി ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉദ്ധിതരായവരാണ് നമ്മൾ, ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിലേക്ക് പ്രവേശിച്ചവർ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിച്ചിട്ടുള്ളതെങ്കിൽ, കൊളോസ്യർ ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം പറയാണ്, ക്രിസ്തുവിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതെങ്കിൽ ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടുവെങ്കിൽ ക്രിസ്തു വസിക്കുന്ന പിതാവിന്റെ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരണം. അങ്ങനെ ശ്രദ്ധ വരുമ്പോഴാണ് അവൻ ഈ ഭൂമിയിൽ സഹിച്ചവയൊക്കെയും രക്ഷയുടെ അടയാളമായിരുന്നു. അങ്ങനെ അവൻ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു, പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന കഷ്ടതകളും സഹനങ്ങളുമെല്ലാം എന്നെ കൊണ്ടുപോകുന്നത് ഈ നിത്യമഹത്വത്തിലേക്കാണ്. ഈ മഹത്വം ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറേണ്ടതുണ്ട്. ഉന്നതത്തിലുള്ളവയെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങണം. കൊളോസ്യർ ലേഖനം 3:2 പറയാണ്, ഭൂമിയിലുള്ളവയിലല്ല ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. നമ്മളിപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എവിടെയാ? ഭൂമിയിലുള്ളവയാ. പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ?
പ്രാപഞ്ചികമായിട്ടാണ് പലതും നമ്മൾ പാലിച്ചിരുന്നത്. പഴയ നിയമത്തിൽ പ്രാപഞ്ചികമായ പാലനങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. ഇന്നത് ഭക്ഷിക്കരുത്, ഇങ്ങനെയൊക്കെ ജീവിക്കണം, ഇതാണ് മാർഗം എന്ന് പറയുന്നതിന് പകരം ക്രിസ്തുവിനെ കേന്ദ്രീകൃതമായി വിശ്വാസത്തിൽ ഉറയ്ക്കാൻ പറ്റണം. സ്നേഹത്തിലധിഷ്ഠിതമായ ക്രിസ്തു നിയമങ്ങളിൽ ജീവിക്കാൻ പറ്റണം. പഴയ നിയമത്തിന്റെ അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ മാനുഷികമായ അടയാളങ്ങളാണ് പലപ്പോഴും കാണാൻ പറ്റുക. അതുകൊണ്ടാണ് യുവാവിനോട് പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ട്. നിന്റെ കുറവെന്താ? നീ ഇപ്പോഴും ചിന്തിക്കുന്നതൊക്കെ ഭൗമികമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്, അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചാണ്. നീ ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുന്നില്ല, അഥവാ നീ നിത്യരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. നിനക്കൊരു കുറവുണ്ട്. നീ ഇപ്പോഴും വസ്തുക്കളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്, ഭൗമികമായ നേട്ടങ്ങളിലാണ്. അതുകൊണ്ട് അവയെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എൻ്റെ പിന്നാലെ വരിക. അപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ പ്രാപഞ്ചികമായി വസ്തുക്കളുമായുള്ള ബന്ധത്തിൽ നിന്ന് അകലേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവയിൽ പ്രത്യാശ വയ്ക്കുന്ന മനോഭാവം അകലേണ്ടതുണ്ട്. ഭൗമികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, വിജയങ്ങൾക്ക് വേണ്ടി നാം അത്യുദ്ധാനം ചെയ്യുമ്പോഴും അവയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് വരുമ്പോഴും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നേരെ ദൂരം അകലെയാണ് നമ്മളെന്ന വസ്തുത നമ്മൾ തിരിച്ചറിയാതെ പോവാണ്. നോമ്പുകാലത്ത് വിശ്വാസത്തിന്റെ വഴിയിലൂടെ ചരിക്കാനായി ഒരുക്കം നടത്തുമ്പോൾ നാം ആലോചിക്കേണ്ടത് ഇവിടെയൊക്കെ എന്തിലൊക്കെ നമ്മൾ ഉടക്കി പോകുന്നുണ്ടോ? ഭക്ഷണത്തിലാണോ ഉടക്കുന്നത്? വസ്ത്രങ്ങളിലാണോ? ഈ ലോകത്തിലെ താല്പര്യങ്ങളിലാണോ ഹൃദയം ഉടക്കി പോകുന്നത്? അവയിൽ നിന്ന് മാറി ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കാൻ തുടങ്ങണം. ഉന്നതത്തിന്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയണം. ആ മൂല്യം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്, അപരോന്മുഖമാണ്, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കുന്നതാണ്. അങ്ങനെ സ്വയാർപ്പണത്തിലൂടെ അവനവൻ നഷ്ടത്തിലൂടെ മഹിമ നേടുന്നതാണ് ഉന്നതത്തിലുള്ളവ. അപ്രകാരം ഒരു ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കാൻ ക്രിസ്തുമാർഗത്തിലൂടെ പുരോഗമിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ഇപ്രകാരം ഒരു ക്രിസ്തു ബോധം നമ്മിൽ രൂപപ്പെടുകയാണ് യഥാർത്ഥത്തിൽ പിറവി ഇനി ഉണ്ടാവാനുള്ള കാര്യമല്ല. ഒരു പഴയ പിറവിയെക്കുറിച്ചല്ല നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു ഭൂമിയിൽ അവതീർണനായതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തുബോധം എത്രത്തോളം എന്നിൽ അവതീർണമാകുന്നുണ്ട്, ക്രിസ്തുബോധം എന്നെ എത്രത്തോളം ഭരിക്കുന്നുണ്ട്, ക്രിസ്തുബോധത്തിൽ എത്രത്തോളം എനിക്ക് ഉയരാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുവിലേക്ക് എനിക്ക് എത്രത്തോളം വളരാൻ കഴിയുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് യേശുക്രിസ്തുവിലാണെന്ന് പറയുകയും അതേസമയം ഭൗമികമായവൽ കെട്ടപ്പെട്ടു പോയൊരു ജീവിതം നമുക്കുണ്ടാകുകയും ചെയ്യുന്നു. നേട്ടം നേടാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി, സൗഖ്യം കിട്ടാൻ വേണ്ടി, കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി നിരന്തരമായി പ്രത്യാശയ്ക്കെതിരായ വഴിയിലേക്ക് നമ്മൾ നീങ്ങിപ്പോകുന്നു. ഇവയൊക്കെ നൽകുന്ന ദൈവമാണ് മഹോന്നതനെന്ന് നമ്മൾ പറയുന്നു. ഒരു ധ്യാന കേന്ദ്രത്തിലുള്ളത് സത്യദൈവമാണെന്ന് വെളിപ്പെട്ടത് ലോഗോസ് ക്വിസിന് സമ്മാനം കിട്ടിയപ്പോഴാണെന്ന് പറയാൻ നമ്മുടെ മനസ്സ് ചുരുങ്ങിപ്പോകുന്നു. നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകുന്നവരൊക്കെ തള്ളിക്കളയുന്ന പ്രകൃതമാണ്. ഒരാൾ വിജയിക്കുന്നത് എങ്ങനെയാണ്? കുറെ പേര് പരാജയപ്പെടുമ്പോഴാണ്. ഈ പരാജിതരുടെ കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ പരാജിതരുടെ കൂടി സംഭാവനയുണ്ട് ഒരു വിജയത്തിനകത്ത്. കൂടെ ഓടാൻ ആളില്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ജയിക്കുക? കൂടെ ഒരാൾ ഓടുമ്പോഴാണ്, ഒരാൾ തോൽക്കുമ്പോഴാണ് ഒരാൾക്ക് വിജയം ഉണ്ടാകുക. തോൽവിക്ക് കൂടി അതിൽ പങ്കാളിത്തമുണ്ട്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം ഒന്നിച്ചാണ് നമ്മളെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ വിജയത്തിലൂന്നുന്നു ജീവിതം, വിജയമാണ് പരമപ്രധാനമെന്ന് കരുതുന്നു, ഭൗമികമായ നേട്ടങ്ങളും പ്രശസ്തിയുമാണ് പ്രധാനമെന്ന് വരുന്നു. ഈ ഭൂമിയിലുള്ളവയിൽ നമ്മൾ ഉടക്കിപ്പോകുന്നു, ഉന്നതത്തിലുള്ളവയെ നമ്മൾ തള്ളിക്കളയുന്നു. നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു സ്വർഗഭാഗ്യത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ വ്യക്തിപരമായി നേരിടുന്ന കഷ്ടതകളും സഹനങ്ങളും ഒക്കെ സ്വീകരിക്കാനും ആ കഷ്ടതകളിലും സഹനങ്ങളിലും മരിച്ച്, വസ്തുബന്ധങ്ങളിൽ മരിച്ച് ഉന്നതത്തിലുള്ളവയെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കാനും നമുക്ക് കഴിഞ്ഞേനെ. സ്വർഗം പ്രധാനമായി കണ്ടുകൊണ്ടല്ല പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. സ്വർഗം എന്നത് അപ്രസക്തമാവുകയും ഭൗമിക നേട്ടങ്ങൾ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ടതായി ഭൗമിക നേട്ടങ്ങൾ മാറുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്ന പിഴവെന്താ? ആ പിഴവ് ക്രിസ്തു എന്നുള്ള അകലമാണ്. നമ്മുടെ കണ്ണുകൾ ഭാഗ്യപ്പെട്ടവയല്ലാതായി തീർന്നുകൊണ്ടിരിക്കുക. പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് പഞ്ചഭൂതങ്ങൾ ആണോ അങ്ങനെയെന്നാണ് സാധാരണ ചോദ്യം വരിക. പഞ്ചഭൂതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഭാരതീയ ദർശനം പറയുന്നുണ്ട്. ഈ ദർശനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഭൗമികതയിലൂന്നിയ ഇവയാണ് നിലനിൽപ്പിന്റെ കേന്ദ്രമെന്ന് കരുതുന്ന ആ മൂലഭൂതങ്ങളെ സംബന്ധിച്ച ബോധ്യത്തിൽ നിന്ന് നാം പുറത്ത് കിടക്കണം. ഭൗമികതയുടെ കെട്ടുകളിൽ നിന്ന് പുറത്ത് കിടക്കണം. എന്നിട്ട് ഭൗമികമായ അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെ, ദ്രവ്യാസക്തി എന്നിവയിൽ നകന്നു പോകാൻ പറ്റണം. ഇവയിലൊക്കെ കുടുങ്ങിയാണ്, ഇവയൊക്കെയാണ് ജീവന്റെ നിലനിൽപ്പെന്ന് കരുതിയാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും കേന്ദ്രബിന്ദുവായി നമ്മൾ കാണുന്നത് സമ്പത്തിനെയും ലോകസുഖങ്ങളെയും താല്പര്യങ്ങളെയുമാണ്. അവ കൈവിട്ട് ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കാൻ പറ്റണം. അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാപഞ്ചികമായ നിലനിൽപ്പിന് അനുപേക്ഷണീയമാണെന്നും അത്യാവശ്യമാണെന്നും നമ്മൾ കരുതുന്ന ഈ സാമാന്യതകളെ കൈവിടിയാൻ,
അവയ്ക്കപ്പുറം സ്വർഗീയമായവയെ തിരിച്ചറിയാൻ ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ നോട്ടം ഉയരേണ്ടതുണ്ടെന്നാണ് വചനം പറയുക. പഴയ നിയമത്തിൽ പ്രധാനപ്പെട്ടതായി പറഞ്ഞിരുന്നത് ഭക്ഷണം എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ, അല്ലെങ്കിൽ പ്രാപഞ്ചികമായിട്ട് എങ്ങനെ ജീവിക്കണം, അതൊക്കെയാണ് നിയമങ്ങളായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. ഇവിടെ ക്രിസ്തുവിന്റെ ബോധത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ വേണമെന്ന് സ്ലീഹ പറയുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്, പഴയതുപോലെ അല്ലാതെ പുതുതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്, അഥവാ പ്രാപഞ്ചികതയെ കൈവെടിയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് സ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം ഇവയെല്ലാം കൈവെടിയുവിൻ. എന്നിട്ട് സഹോദരനോട് സത്യം പറയാൻ തുടങ്ങുവിൻ. നുണയുടെ ലോകത്തുനിന്ന് പുറത്തു കിടക്കുവിൻ. പഴയ മനുഷ്യൻ അവന്റെ ചെയ്തികളോടെ നിഷ്കാസനം ചെയ്യുവിൻ. പഴയ മനുഷ്യൻ ആസക്തികളാൽ കലുഷിതനാണ്, അവന്റെ ജീവിതം ആസക്തിയിലാണ് മുഴുകിയിരുന്നത്. നാം ഇന്ന് പലപ്പോഴും വിശ്വാസികളാണെന്ന് പറയുമ്പോഴും ഈ ആസക്തികളിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരനോട് കള്ളം പറയരുത്, പഴയ മനുഷ്യനെ അവന്റെ ആസക്തികളോടെ നിഷ്കാസനം ചെയ്യുവിൻ. ഇങ്ങനെ ആസക്തികളെ നിഷ്കാസനം ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ ജീവിതത്തിലേക്കാണ് ക്രിസ്തു വിരൽ ചൂണ്ടുന്നത്. അതാണ് പറഞ്ഞത്, നിങ്ങൾ പ്രപഞ്ചത്തിന്റെ മൂലബോധങ്ങളെ കൈവിട്ട് ഉന്നതത്തിലുള്ളവരെ ശ്രദ്ധിക്കണം, ഉന്നതത്തിലേക്ക് ഉയരണം ഹൃദയം, ഇവയിൽ കുടുങ്ങിപ്പോകരുത്, ഇവയാണ് പരമപ്രധാനം എന്ന് കരുതരുത്. നിങ്ങളുടെ ആന്തരിക ശുദ്ധീകരണമാണ് അനുപേക്ഷണീയമായിട്ടുള്ളത്. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം ഇവയെ കൈവെടിയണം. ഇപ്പൊ നോമ്പൊരുക്കത്തിന്റെ കാലത്ത് ഭക്ഷണം വർജിക്കുന്നവരുണ്ട്, പല വിധങ്ങളായി നോമ്പുകൾ എടുക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അവയൊക്കെ അനുഷ്ഠിക്കുമ്പോഴും കൈവിടാതെ പോകുന്ന കാര്യങ്ങളാണിവ. അമർഷം കൈവിടുന്നില്ല, ദുഷ്ടത കൈവിടുന്നില്ല, ക്രോധം കൈവിടുന്നില്ല, ദൈവദൂഷണവും അശുദ്ധ ഭാഷണവും കൈവിടുന്നില്ല. ദൈവദൂഷണമാണ് നമ്മൾ തിരിച്ചറിയുന്ന പോലുമില്ല. എന്തൊരു കഷ്ടമാണ് ദൈവമേ ഈ ലോകമെന്ന് ചോദിക്കുമ്പോൾ അതിൽ തന്നെ ദൈവദൂഷണമുണ്ട്. എനിക്കെന്താണ് ഇങ്ങനെയൊക്കെ വരാൻ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ദൈവമേ എന്നെ ഇങ്ങനെ നീ ശിക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൽ ദൈവദൂഷണമുണ്ട്. രക്ഷകനായ ദൈവത്തോട് ചോദിക്കുകയാണ്, നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്താണ്? ശിക്ഷ ഇവിടെയല്ലെന്നും മരണശേഷമാണെന്നും മരണശേഷം വിധിയുണ്ടെന്നും ആ വിധിയെ സംബന്ധിച്ച് ബോധമുള്ളവരായി ആനുകാലിക ലോകത്ത് ജീവിക്കണമെന്നും പഠിപ്പിക്കുന്ന ക്രിസ്തുബോധത്തെ തള്ളി മാറ്റിയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ കഷ്ടത എൻ്റെ പാപത്തിൻ്റെ ഫലമാണ്, എൻ്റെ കുറവിൻ്റെ ഫലമാണ്, ദൈവം എന്നെ ശിക്ഷിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ നമ്മൾ ക്രൂരനായിട്ട് ചിത്രീകരിക്കുന്നു. നാം എല്ലാം ദൈവത്തിലേക്ക് എത്തിച്ചേരേണ്ടവരാണ്. ജനിക്കുന്നതോടൊപ്പം തന്നെ മരണവും കൂട്ടായിട്ടുണ്ട്. തിരികെ പോകേണ്ടവരാണ്. ഓരോ നിമിഷവും ഓരോ സമയവും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളാണ്. അത് തിരിച്ചറിയാതെ ഈ ലോകത്ത് ജീവിക്കുന്ന ജീവിതം നിത്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. മരിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, എന്താണ് പെട്ടെന്ന് ഇങ്ങനെ മരിക്കാൻ? വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ 34-ാം തിരുവചനം പറയുന്നുണ്ടല്ലോ, സുഖലോലുത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ ആ ദിവസം ഒരു കെണി പോലെ വന്നു പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ ദിവസം എന്തായാലും വരും. അതൊരു കെണിയായിട്ട് അനുഭവപ്പെടുന്നത് കൊണ്ടാണ്, ഇവയിലൊക്കെ മുഴുകിപ്പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മുഴുകിപ്പോകുന്ന ഒരു ജീവിതമായിക്കൂടാ. യഥാർത്ഥത്തിൽ ഹൃദയപരമായ പരിശുദ്ധിയിലേക്കാണ് വരേണ്ടത്. ഹൃദയത്തിനാണ് ഈ വർജന സ്വഭാവം ഉണ്ടാകേണ്ടത്. തിന്മകളിൽ നിന്ന് അകന്നിരിക്കാൻ പറ്റണം, ദൈവോന്മുഖരായി ജീവിക്കാൻ പറ്റണം, സഹോദരനോട് കള്ളം പറയാതിരിക്കണം, ആസക്തികളിൽ നിന്ന് വിമോചിതരായി ജീവിക്കാൻ പറ്റണം. സമ്പത്ത് കേന്ദ്രീകൃതമായ ലോകത്ത് നിന്ന് സമ്പത്തിനപ്പുറമുള്ള ദൈവികമായ സ്നേഹത്തിന്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് പിറവി തിരുനാളിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നാം ഈ പിറവിയെക്കുറിച്ചുള്ള ധാരണയിൽ ഒരു വിചിന്തനം പുതുതായി നടത്തേണ്ടതുണ്ട്. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന ഒരു പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കാൻ പറ്റണം. ആ പുതിയ മനുഷ്യൻ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ ധരിക്കാനുള്ള ഒരു അവസരമായി പിറവി തിരുനാളിനെ നമുക്ക് കാണാൻ പറ്റണം. ഇങ്ങനൊരു നവീകരണത്തിന്റെ ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി ഒരു പുതിയ മനുഷ്യനെ ധരിക്കാൻ, ക്രിസ്തുവിനെ ധരിക്കാൻ നമുക്ക് കഴിയണം. ആ ക്രിസ്തു ധാരണമാണ് യഥാർത്ഥത്തിൽ ഈ പിറവി തിരുനാളിൽ ഉണ്ടാകേണ്ടത്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, ലൗകികമായ താല്പര്യങ്ങളെക്കുറിച്ച് നമുക്കുള്ള ബോധത്തിൽ നിന്ന് മോചനം നേടണം. ലൗകികമായ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലുമല്ല യഥാർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, അതിൻ്റെ ആന്തരികതയിലാണ്. ആ ആന്തരികത നമ്മോട് പറയുന്നത് ആത്മാവിൻ്റെ നവീകരണമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത നവീകരണമാണ്. ആ നവീകരണം സംഭവിക്കേണ്ടതിൻ്റെ അടിസ്ഥാനമായി നിൽക്കേണ്ടത് പ്രാപഞ്ചികതയിൽ നിന്നുള്ള ഉയർച്ചയാണ്. പ്രാപഞ്ചികതയിൽ കെട്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഇവയൊക്കെ ശരിയാക്കിയാൽ, ഇവയൊക്കെ ദൈവം പറഞ്ഞതുപോലെ ചെയ്താൽ, പഴയ നിയമാനുസൃതം നമ്മൾ ജീവിച്ചാൽ, അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോയാൽ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. രക്ഷയിലേക്ക് പ്രവേശിക്കുക എന്നത് അനുഷ്ഠാനങ്ങളുടെ അകക്കാമ്പിനെ തിരിച്ചറിയുമ്പോഴാണ്. ആ അകക്കാമ്പ് ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതാണ്.
ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ക്രിസ്തുജനനത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഭൗമികതയിൽ എത്രത്തോളം ഹൃദയം കെട്ടപ്പെട്ടു പോയിട്ടുണ്ട്, അവിടെ നിന്ന് വിമോചിതമായി ഉന്നതത്തിലുള്ളവർ ശ്രദ്ധിക്കാൻ എത്രത്തോളം കഴിയുന്നുണ്ട്. പാരമ്പര്യങ്ങളും ആചാരങ്ങളുമാണോ പരമപ്രധാനം? ആ ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഒക്കെ അകക്കാമ്പായ ക്രിസ്തു സ്നേഹത്തെ തിരിച്ചറിയുകയാണോ വേണ്ടത്? ആ ക്രിസ്തു സ്നേഹത്തിലേക്ക് വളരാൻ ആത്മാവിന്റെ ഇംഗിതത്തിനനുസരിച്ച് ജീവിതത്തെ നവീകരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം ഒരു ഒരുക്കം ഈ നോമ്പുകാലത്തുണ്ടാകട്ടെ എന്ന്, ഈ പിറവിത്തിരുന്നാളിനോട് അനുബന്ധിച്ച ഒരുക്കങ്ങൾ നമുക്ക് നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.